ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്, അതിനൊക്കെ പോകണം കാണിക്കുന്നത്. ഇന്ന് ഇൻട്രോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഓൻ കളിച്ചാൻ പോയിക്കണം. അപ്പോൾ കല്യാണത്തിന് പോകാൻ നേരത്തൊക്കെ വരുള്ളൂ. എനിക്ക് പോയി കുടിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ കുളിക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് കാര്യം കൂടി ചെയ്യാണ്ട്. നമുക്ക് എണ്ണ വെക്കണം. പിന്നെ ഈ ഒരു വെളിച്ചെണ്ണ എന്താ അനിയത്തിൻ്റെ ആണ് കേട്ടോ. അവള് കുളിക്കുന്നതിൻ്റെ മുന്നേ തേക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ തേച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ തേക്കണം മുടി. ഗൈസ്, എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മുടിയുള്ള അപ്പം ഇത്തിരി എണ്ണ വെച്ചാൽ മതി. ഇനി ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കുളിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ മാറ്റാൻ പോവാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് മുടി വാരാൻ വന്നിട്ട് മാക്ക് ചെയ്യാൻ പറ്റും. അധികം കെട്ടില്ല, കുളിച്ചെടുത്തോളൂ. എങ്ങനെ മുടി വാരുക, എങ്ങനെ മുടി കെട്ടുക, പോണിട്ട് ഡ്രസ്സ് വരെ ഏതാ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് ഇന്ന് അത് നോക്കാം. അയ്യോ, ചീപ്പിന് വെക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ക്ലീൻ ചെയ്യണമെന്നുണ്ട്. കട്ട കണ്ണാടി അതിൽ ചെറിയൊരിതുണ്ടാവും. ചെറിയ സ്കിന്നായിരുന്നു. കണ്ണാടി നോക്കണം ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേമാതിരി ഈ സൈഡിലും വെക്കണം. ഇത് ചിലപ്പം വേറെയാവും, ഇത് ചിലപ്പം വേറെയാവും. പക്ഷെ ഒന്ന് വേണ്ടി നമുക്ക് വെച്ച് നോക്കാം. കെട്ടില്ല, അതിനെന്തോ ബാക്കി ഇറങ്ങിയിരിക്കട്ടെ. നേരക്കുമ്പോൾ കാണിക്കാം. ക്യാമറ നേരക്കുമ്പോൾ മുടി കെട്ടുമ്പോൾ കാണിക്കാം. ഒന്നറിഞ്ഞ് വെച്ചത് സെറ്റായ ഇനി ധീമ തന്നെ ഞാൻ കുറേ നേരം കളിച്ചിരിക്കും ഗൈസ്. അത് പിന്നെ എന്നും അങ്ങനെ ആയിപ്പോയി. ചിലപ്പോൾ ഒന്ന് വേറെ ഒന്നിക്കാം. ഇതിങ്ങനൊക്കെ മതി. ഓക്കെ, ഈ സൈഡൊക്കെ ആയി. ഓക്കെ ഗൈസ്, നമ്മൾ മുടിൻ്റെ ഒരു വിധം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിങ്ങനെ കിട്ടണേ. ഓക്കെ ഗൈസ്, എൻ്റെ മുടി കെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തോർത്താം. മുടി നോക്കാൻ ഗൈസ്, ഞാൻ ഇങ്ങനെയാണ് കെട്ടിക്കണേ. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാൻ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. കുറച്ച് സാധനങ്ങൾ, അധികമൊന്നുമില്ല. അതുതന്നെ നമുക്ക് എന്ത് ചെയ്യും. ഇനി നമുക്ക് സെറ്റാഫിൻ്റെ മോയ്സ്ചറൈസർ തേക്കാം കേട്ടോ. ഇത് ഇൻ്റെതല്ല, ഇതൊരു ക്യാമറമാൻ്റെ ഞാൻ അടിച്ച് പൊക്കി കൊടുക്കണം ഗൈസ്. കുറച്ച് തേക്കാം. ഇതാണ് ഗൈസ് ഞാൻ എടുത്തിട്ടുള്ള സെറ്റ്. ഞാൻ അത്തിരി എടുത്തിട്ടുണ്ട്, നമുക്ക് തേക്കാം. ഇവിടെ എടുത്താണ് കേട്ടോ ഓഡിറ്റോറിയത്തിൽ. മുകളിലത്തെ പെരുങ്കോളത്തെ ഊരിക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ മുകളിലത്തെ പെരുങ്കോളത്തിൽ ഇവിടുന്ന് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ നമുക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് SPF 50 PA+++ സൺസ്ക്രീൻ തേക്കാം. ഇതും ആ ക്യാമറമാൻ തന്നെ. ഇത് പ്ലമ്മിൻ്റെ ആണ് കേട്ടോ സൺസ്ക്രീം. തേക്കാം. നല്ല വെയിലാണ് ഗൈസ്, അപ്പോൾ സൺസ്ക്രീനൊക്കെ ഇപ്പോൾ ഞാൻ അതും ഇട്ടിട്ടുണ്ട് കേട്ടോ സൺസ്ക്രീമ്.
ഇനി നമുക്ക് ബേബി പൗഡർ ഇടാം, കുറച്ചിടാം. ഇവിടെ ബേബി ഉള്ളതുകൊണ്ട് നമുക്ക് ബേബി പൗഡർ ഇടാം. ഇപ്പോൾ കുട്ടി ഉണ്ടായപ്പോൾ ബേബി പൗഡർ ഇടുമെങ്കിൽ അപ്പോൾ ഞാൻ ബേബി പൗഡറാണ് അധികം ഉപയോഗിക്കാറ്. ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ തേച്ച് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ബോക്സ് എടുക്കാം. ഇതിലേത് കളറാണ് ഞാൻ ഉപയോഗിക്കുക? നമുക്ക് ഇതും കൂടി മിക്സ് ചെയ്ത് കണ്ടതാക്കാം. അതാണ് ഞാൻ അധികം എപ്പോഴും യൂസ് ചെയ്യാറ്. പച്ച നീല വയലറ്റൊക്കെ അവിടെ തന്നെ ഉണ്ട് ഗൈസ്, കിട്ടി അതേമാതിരി. കുറച്ച് വെക്കാം. ഇത് തേക്കണം. ബ്രഷൊക്കെ എവിടെ പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ 2 മിനിക്കത്തിൻ്റെ ഇതുണ്ടായിരുന്നു. ഐബ്രോ ലിപ് ലൈനും ഉണ്ടായിരുന്നു ചെറുത്, പിന്നെ ഐബ്രോ ഉണ്ടായിരുന്നു ചെറുത്. അപ്പോൾ ഗൈസ് ഒരു ചേച്ചി പോയതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇത് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി കുറച്ചിടാം. രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല ചെടുക്കും. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഷെയ്ഡ് 2 തയ്ക്കണ്ടേ. പിന്നെ ഇനി നമുക്ക് നമ്മുടെ കുട്ടീൻ്റെ ഐബ്രോ പെൻസിൽ എടുക്കാം. ഐലൈനർ ഇല്ല കേട്ടോ, അത് കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒരു വാല് ഇട്ടേക്കാം. ഗൈസ് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇതാക്കിയിട്ടുണ്ട്. അതേമാതിരി ഞാൻ എവിടെയും കൂടി വരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഐബ്രോൻ്റെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് താഴത്തും കൂടി ജസ്റ്റ് വെച്ചെടുക്കാം. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫൈനലല്ല, നമുക്ക് ചെറുതായിട്ട് ബ്രഷ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അധികം അറുണമാരി ഇട്ടെടുക്കണ്ട. ഒരു പേരിന് ഇട്ടെടുത്തണ്ട, വെറുതെ കണ്ടപ്പോൾ ഇട്ടെടുക്കാൻ. ഇതിൻ്റെ നമുക്കൊന്ന് ഇട്ടെടുക്കാം. ഓക്കെ ഗൈസ്, മേക്കപ്പ് ഇട്ടിട്ടുള്ള സാധനം ഇതായിട്ട് ഞാൻ കയറിയിരിക്കട്ടെ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. 2 ഷെയ്ഡാണ് ഇട്ടുള്ളത്. ഒന്ന് ഈ ഒരു ഷെയ്ഡാണ്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ഐഷാഡ്ക്ക് ചെയ്ത മാതിരിയാണ്. ഇത് 2 കൂടി മിക്സ് ചെയ്ത് കണ്ടാട്ടെ നമ്മൾ ഇടുന്നത്. പിന്നെന്താ ഇത് കുറച്ചും കൂടി ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇത് നമ്മളെ വീഡിയോയിൽ കാണുമ്പോൾ ലിപ്സ്റ്റിക് വേറൊരു ഷെയ്ഡാണ് കേട്ടോ, പക്ഷേ ഈ ഷെയ്ഡാനല്ല ഗൈസ് ലിപ്സ്റ്റിക്ക്. ഇനി അപ്പോൾ ഗൈസ് ഇനി ഞാൻ വേഗം പോയി ഡ്രസ്സ് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് ഇട്ടത്. പാൻറ്റും പിന്നെ കുപ്പായം ഇട്ടത്. ഈ കുപ്പായത്തിന് ഇവിടെ നേറ്റൊരു പോക്കറ്റ് ഉണ്ട്, നല്ല ക്യൂട്ട് ഫാഷ്. ഇനി ഓൻ വന്നിക്കണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കല്യാണത്തിന് പോകാൻ ഇനി കുറച്ചും കൂടി സമയമുണ്ട്. കുറച്ചും കൂടി ആൾക്കാർ മാറ്റാണ്ട് ഗൈസ്.
ഗൈസ് നമ്മൾ കല്യാണത്തിന് പോവാൻ നിൽക്കുന്നു കേട്ടോ. മിഞ്ഞാന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വലിയ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷെ ഈ ഫോണില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പച്ചിൻ്റെ മൊബൈലിൽ നിന്നാണ് എടുത്തിരുന്നത്. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് എത്തിയപ്പോഴാണ് ഓർമ്മ വന്ന് വീഡിയോ എടുത്താൽ മതിയായിരുന്നു. അത്രക്കും നല്ലൊരു കല്യാണമായിരുന്നു. ഐസ്ക്രീമും കോട്ടൺ ക്യാൻഡിയും പിന്നെ കുറേ സംഭവങ്ങളായി വലിയൊരു കല്യാണമായിരുന്നു കേട്ടോ. നല്ല വലിയ ഓഡിറ്റോറിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോരുമ്പോൾ ഇപ്പച്ചി വെച്ച് നമുക്ക് അരുൺ ഐസ്ക്രീമിൽ കയറാന്ന് കേട്ടോ. അപ്പോൾ അത് ഇപ്പച്ചിൻ്റെ മൊബൈലിൽ ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വേഗം കണ്ടുതരാം. അത് കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ വേറൊരു വീഡിയോ ഇട്ടിടണ്ട വിചാരിച്ചിട്ടാണ് ഇതിൽ ഞങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങൾ വേഗം പോയി കണ്ടുവാ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിച്ച് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ അരുൺ ഐസ്ക്രീമിലാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നതാണ് ഒരു കുടുംബത്തിൻ്റെ കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഐസ്ക്രീം മേടിച്ചാൽ അതെ അവിടെ ഐസ്ക്രീം പോപ്കോൺ കല്യാണത്തിന് ഐസ്ക്രീമും പോപ്കോണും പഞ്ഞുമിഠായൊക്കെ ഉണ്ടായിരുന്നു എടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഇതാ ഈ സാൻഡ്വിച്ച് ഐസ്ക്രീമാണ് ഇട്ട് എടുക്കണം 30 രൂപൻ്റെ. എനിക്ക് വേണ്ട ഒന്ന് എടുത്താളാ. ഞങ്ങൾ രണ്ടാളും ഇതിലെടുത്തിട്ടുണ്ട്. ഇതാ സാൻഡ്വിച്ച് ഐസ്ക്രീം. ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ടുള്ളത്. സാൻഡ്വിച്ച് ഐസ്ക്രീം പൊളി പൊളിയാണ് കേട്ടോ. ഇത് മഞ്ഞ, അത് ഗ്രേപ്സ്. ഇതേതാ സ്ട്രോബെറിയോ? ഇവിടെ ഇത് ചോക്ലേറ്റോ. രണ്ട് സ്ട്രോ കേട്ടോ. മമ്മ എങ്ങനെ ഐസ്ക്രീം. ഇപ്പോൾ കഴിച്ച് ഇതാണ് കേട്ടോ ഇവിടുത്തെ കേക്ക്. ഇത് ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം ഇതാക്കിയത് കേട്ടോ. പൊളിയാണ്. ചെറുതായി അപ്പോൾ കഴിച്ച് ഇതാണ് കേട്ടോ മെച്ചിങ് ഐസ്ക്രീം. ചോക്ലേറ്റാ. ഇതെല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ. അടിപൊളിയാ. അപ്പോൾ ഗൈസ് നമ്മൾ കല്യാണത്തിന് പോവുകയാണ് ഗൈസ്. നല്ല നട്ടപ്പൊരു വെയിലാണ്. സൺസ്ക്രീൻ തേച്ചത് ഭാഗ്യം. ഗൈസ് ഞാൻ അവനെ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനും കല്യാണത്തിന് പോയാൽ മാറ്റിയിട്ടുണ്ട്. ഇൻട്രോക്ക് വലിയത് ഗൈസ്. ഇപ്പം കളിച്ചാൻ പോയിന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഇട്ട ഡ്രസ്സ്. പക്ഷെ പാൻറ് വേറെ ഇട്ടോ എടുത്തിക്കണം. മിടിയാണ് ഇതിനുള്ളത് ജീൻസിന്റെ. ഞാൻ പിന്നെ രണ്ടും അല്ലേ പെണ്ണാക്ക് എടുത്തില്ല. വെള്ള ചെരുപ്പ് അത് പെരുന്നാക്ക്. പിന്നെ ഞാൻ വെള്ള പാൻറ് ഇന്ന് പെരുന്നാക്ക് എടുത്തിരുന്നു. അതൊക്കെ ഞാൻ ഇട്ടാലും അത് വരുമ്പോൾ കാപ്പി കളറായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അത് ഇട്ടില്ല. പിന്നെ അമ്മ പറഞ്ഞിരുന്ന പിന്നെ അത് ഇടേണ്ട കുപ്പായും ഞാൻ പിന്നെ ഇട്ടില്ല. അമ്മയും പറഞ്ഞു. അപ്പോൾ ഗൈസ് നട്ടപ്പൊരു വെയിലത്ത് ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് ഗൈസ്. അത് നടന്നുകൊണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ നടന്ന് പോവുകയാണ് ഗൈസ്. ഈ കാറ്റ് എപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ കയറ്റം കയറി പോകണമെന്നാണ് വലിയ ടാസ്ക് വെയിലത്ത്. ഇനി ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് കാണിച്ചാറ് ഗൈസ്. ഗൈസ് ഞാൻ മന്തിയാണ് എടുത്തത്. ഞാൻ കുട്ടൻ ബിരിയാണിയാണ് എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കണേ. ഒരു വേറെ വൈക്ക് കൂടിയാണ് കേട്ടോ. ക്യാമറാമാനും പിന്നെ ഓൻ്റെ മച്ചിൻ്റെ മമ്മക്ക് വേറെ വൈക്ക് കൂടിയാണ്. ഞങ്ങൾ വേറെ വൈക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ട് കട്ട് എടുക്കണേ ഗൈസ്. ഓഡിറ്റോറിയത്തിൻ്റെ പിന്നാണ് ഗൈസ്. മുന്നിൽ കാണിക്കണം എന്നുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ വേറെ കല്യാണം വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ മുന്നേ കാണിക്കണ്ട് ഗൈസ്. ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ പോണത്. ഇവിടെ നോക്കിയാൽ 2 വഴി കാണാം. അത് നമ്മൾ ഇങ്ങോട്ടാണ് പോണത്. ഈ വഴി അതിൽ കുറേ എൻ്റെ ഗ്രൗണ്ടത്തെ ചെക്കന്മാരെയൊക്കെ ഇതിൽ കൂടി ഇങ്ങനെ കുറേ വട്ടം വന്നു. ഇത്
അയിക്കോട് ചുറ്റി വരണേക്കാട്ട് സിമ്പിള് ഇതിൽ കൂടി ഇങ്ങനെ നേരെ കൂടി പോയിക്കാണ് എന്റെ ഗ്രൗണ്ടിന്റെ കൂടി നേരെ ചുറ്റി അന്നത്തെ കൈസ് ഓരത് കൈസ് പോണേ. നമ്മൾ ജസ്റ്റ് വെറുതെ തന്നെ വന്ന കേട്ടോ. ഞങ്ങൾ നടന്നുകൊണ്ടല്ലോ ഒന്ന് ഇവൻ്റെ ഉപ്പച്ചി അപ്പത്തിന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ കയറി വന്നു. ഞങ്ങൾ രണ്ടാളും പിന്നെ ഉമ്മയൊക്കെ നടന്നു വന്നപ്പോൾ ഞാനും ഇവനും 2 ക്യാമറമാനും എൻ്റെ ഉപ്പയും പിന്നെ ക്യാമറമാൻ്റെ കൂട്ടുകാരിയും കൂടി ഞങ്ങൾ ഓട്ടോറിക്ഷ വന്ന കേട്ടോ. അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് നടക്കേണ്ട ആവശ്യം വന്നില്ല വെയിലത്ത്.